പ്രിയപ്പെട്ടവരെ, ഇറാനുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പൂർണ്ണമായ, അതായത് സ്ഥിരമായ ഒരു സുരക്ഷ ഉറപ്പാകുന്നതുവരെ ഈ യുദ്ധം തുടരണം എന്നാണ് ചില ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. UAE ആണ് പ്രധാനമായും ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് സൗദി അറേബ്യയുടേതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UAE advisor says Iran war may deepen Gulf states ties to US. US-ഉമായി കൂടുതൽ ശക്തമായ ബന്ധം ഒരുപക്ഷെ ഇറാന്റെ യുദ്ധം ഉണ്ടാക്കിയേക്കും എന്നാണ് പറയുന്നത്. അതായത് US-ഉം ഇസ്രയേലുമായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ബന്ധം തകർത്ത് കളയും എന്നതിലപ്പുറം ബന്ധം ശക്തിയാകുമെന്ന തലങ്ങളിലേക്കാണ് ഇപ്പോൾ UAE സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അവിടെ വീണ്ടും മുളപ്പിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UAE ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഇസ്രയേലും അതുപോലെ അമേരിക്കയുമായി ബന്ധം പുലർത്തുന്നതിനെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇപ്പോൾ എവിടെ പോയി മുസ്ലിം അറബ് രാഷ്ട്രങ്ങൾ, പ്രവിശ്യയിലുള്ള രാഷ്ട്രങ്ങൾ എവിടെയാണ് നോക്കി നിൽക്കുന്നത്? മാത്രമല്ല പ്രവിശ്യയിലുള്ള വൻ ശക്തികൾ എവിടെയാണ്? ഞങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് തടയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇസ്രയേലും അമേരിക്കയുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യരുത് എന്നാണ് UAE ഉപദേഷ്ടാവ് UAE ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് അവിടെ ഒരു ചോദ്യം ഉയരുന്നത്, യഥാർത്ഥത്തിൽ ഇറാനുമായി ഇത്രയും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം UAE-യും അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് എന്നത് അവിടെ മറഞ്ഞിരിക്കുന്ന മറ്റൊരു വശമുണ്ട്. ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചതാണ് ഇറാനുമായി ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ബന്ധമാണല്ലോ ഇപ്പോൾ ഇറാൻ ഈ പ്രവിശ്യയിലെ രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ. എന്തായിരുന്നാലും ഇപ്പോൾ UAE പ്രധാനമായും പറയുന്നത്, എ സീനിയർ ഡിപ്ലോമാറ്റ് ഫോർ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻസർ ഗിർഗാഷ് ആണ് ഈ കാര്യം പറയുന്നത്, said on Sunday that the conflict with Iran is reshaping Gulf nations security thinking, calling for long-term solution beyond a ceasefire. ഇവിടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനപ്പുറം, ഒരു വെടിനിർത്തലിനപ്പുറം ഗൾഫ് രാഷ്ട്രങ്ങളുടെ ശാശ്വതമായ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവർ തിങ്കിങ് ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ദി സീസ്ഫയർ. ഒരു വെടിനിർത്തലിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. അതേ സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരു ശാശ്വതമായ പരിഹാരമാണ്. അറേബ്യൻ ഗൾഫിന്റെ സെക്യൂരിറ്റിയാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കെതിരെ വരുന്ന ന്യൂക്ലിയർ ഭീഷണികളുണ്ട്, അതുപോലെ തന്നെ മിസൈൽ ഡ്രോൺ ഭീഷണികളുണ്ട്. ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് സ്ഥിരമായൊരു പരിഹാരമാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് UAE പറയുന്നത്. അതേസമയം സമാനമായ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സൗദി അറേബ്യ ഇപ്പോൾ ഈ US-ഉം അതുപോലെ ഇസ്രയേൽ നടക്കുന്ന യുദ്ധത്തിലേക്ക്, ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിലേക്ക് ഉടനെ ചേർന്നേക്കാം എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. സൗദി അറേബ്യ മേ സൂൺ ജോയിൻ വാർ ഓൺ ഇറാൻ ആഫ്റ്റർ അലോയിങ് US യൂസ് ഓഫ് എയർ ബേസ്. ഈ സൗദി അറേബ്യയുടെ എയർബേസ് നൽകിയതിന് ശേഷം ഇപ്പോൾ ഒരുപക്ഷെ ഈ യുദ്ധത്തിലേക്ക് സൗദി അറേബ്യ ഉടനെ തന്നെ ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വരുന്നത്. ഇത് വൈകിട്ട് ഇസ്രയേലിന്റെ പത്രമാണ്. അതേസമയത്ത് ഇത് അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേർണലിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഈ പത്രം ചെയ്യുന്നത്. എന്തായിരുന്നാലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങളെല്ലാം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും GCC രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ ഭിന്നത രൂക്ഷമാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് UAE-യിൽ നിന്ന് അങ്ങനെയുള്ള പ്രസ്താവന ഉണ്ടായത്, ഞങ്ങളെ വിമർശിക്കരുത് എന്നുള്ള പ്രസ്താവന വരുന്നത്. എന്തായിരുന്നാലും സൗദി അറേബ്യയും UAE-യും ഈ ഒരു നിലപാടിലേക്ക് നീങ്ങുമ്പോൾ കുവൈറ്റും അതുപോലെ ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു തലങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുള്ള ശക്തമായ ആക്രമണം ഈ രാഷ്ട്രങ്ങൾക്ക് നേരെ ഉണ്ടാകും. അത് ഒരു പ്രവിശ്യയിലെ കൂടുതൽ ശക്തമായ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതാണ് ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നത്. അമേരിക്ക ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പ്രവിശ്യയിൽ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന്. യഥാർത്ഥത്തിൽ ആ തലങ്ങളിലേക്ക് തന്നെയാണ്
ഇപ്പോൾ ഇത് നീങ്ങുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇങ്ങനെയെല്ലാം വ്യാപിക്കുമെന്നത് അവർ മുന്നിൽ കണ്ടത് തന്നെയാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സൗദി അറേബ്യ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇങ്ങനെ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ അതിനു മുമ്പ് തന്നെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.